കാൽ നൂറ്റാണ്ടിന് ശേഷം കോഴിക്കോട് വീണ്ടും നിയമസഭാ അക്കൗണ്ട് തുറന്ന് കോൺഗ്രസ്. ഇത്തവണ മത്സരിച്ച 5 സീറ്റുകളിലും വിജയിക്കാൻ കോൺഗ്രസിനായി. കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് വീണ്ടും അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. 2001 ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൻ്റെ 2 പ്രതിനിധികൾ കോഴിക്കോട് നിന്ന് നിയമസഭയിലെത്തിയത്. കൊയിലാണ്ടിയെ പ്രതിനിധീകരിച്ച് പി ശങ്കരനും കോഴിക്കോട് 1 നിന്ന് എ സുജനപാലുമായിരുന്നു ആ ജനപ്രതിനിധികൾ. അതിനുശേഷം ഘടകകക്ഷികളുടെ ബലത്തിലാണ് നിയമസഭയിൽ പിടിച്ചു നിന്നത്. 2001 ശേഷം ജില്ലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇറക്കിയെങ്കിലും ആരും കരപറ്റിയില്ല. 1957 മുതലുള്ള കണക്കുകളെടുത്താൽ കോഴിക്കോട് 1 ശാരദാകൃഷ്ണനും കോഴിക്കോട് 2 പി കുമാരനും ചേവായൂരിൽ എ ബാലഗോപാലനും കുന്നമംഗലത്ത് നിന്ന് ലീലാ ദാമോദരമേനോനും കൊടുവള്ളിയെ പ്രതിനിധീകരിച്ച് എം ഗോപാലൻകുട്ടി നായരുമാണ് കോൺഗ്രസ് ടിക്കറ്റിൽ നിയമസഭയിലെത്തിയിരുന്നത്. 60 ശാരദാകൃഷ്ണൻ കോഴിക്കോട് 1 നിന്ന് വീണ്ടും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പി കുമാരൻ കോഴിക്കോട് 2 നിന്നും കുന്നമംഗലത്തെ പ്രതിനിധീകരിച്ച് ലീലാ ദാമോദരമേനോനും കൊടുവള്ളിയിൽ നിന്ന് മത്സരിച്ച ഗോപാലൻകുട്ടി നായരും വീണ്ടും നിയമസഭയിലെത്തി. 65 67 നിയമസഭയിൽ കോൺഗ്രസ് പ്രാതിനിധ്യമുണ്ടായിരുന്നില്ല. 70 കോൺഗ്രസിന് 4 MLA-മാരുണ്ടായി. ഈ നാരായണൻ നായർ കൊയിലാണ്ടിയിൽ നിന്നും, KG അടിയോടി പേരാമ്പ്രയിൽ നിന്നും, AC ഷൺമുഖദാസ് ബാലുശ്ശേരിയിൽ നിന്നും, PV ശങ്കരനാരായണൻ കോഴിക്കോട് 1 മണ്ഡലത്തിൽ നിന്നുമാണ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 77 കൊയിലാണ്ടിയിൽ നിന്ന് ഈ നാരായണൻ നായരും ബേപ്പൂരിൽ നിന്ന് NP മൊയ്തീനും തിരുവമ്പാടിയിൽ നിന്ന് സിറിയക് ജോണും കോൺഗ്രസ് ടിക്കറ്റിൽ നിയമസഭയിലെത്തി. 80 കോൺഗ്രസിൻ്റെ നിയമസഭാ പ്രാതിനിധ്യം 1-ഒതുങ്ങി. കൊയിലാണ്ടിൽ നിന്ന് മത്സരിച്ച കണിമംഗലത്ത് കുട്ടിയലിയാണ് അന്ന് വിജയിച്ചത്. 82 തിരുവമ്പാടിയെ പ്രതിനിധീകരിച്ച് സിറിയക് ജോൺ വീണ്ടും നിയമസഭയിലെത്തി. 87 കൊയിലാണ്ടിയിൽ നിന്ന് MT പത്മയും തിരുവമ്പാടിയിൽ നിന്ന് PP ജോർജും നിയമസഭാ അംഗങ്ങളായി. 91 MT പത്മ കൊയിലാണ്ടിയിൽ നിന്ന് വീണ്ടും വിജയിച്ചു. കോഴിക്കോട് നിന്ന് എ സുജനപാലും MLA-ആയി. 66 കോൺഗ്രസ് പ്രതിനിധികൾ ആരും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നില്ല. ഇതിന് ശേഷമാണിപ്പോൾ 2026 ചരിത്ര വിജയം കോൺഗ്രസ് നേടിയിരിക്കുന്നത്. ജില്ലയിൽ നിന്ന് മത്സരിച്ച 5 പേരും നിയമസഭയിലെത്തി. കൊയിലാണ്ടിയിൽ നിന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറും, നാദാപുരത്ത് നിന്ന് KM അഭിജിത്തും, ബാലുശ്ശേരിയിൽ നിന്ന് VT സൂരജും, എലത്തൂരിൽ നിന്ന് അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണനും, കോഴിക്കോട് നോർത്തിൽ നിന്ന് അഡ്വക്കേറ്റ് K ജയന്തുമാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നും ഇത്തവണ നിയമസഭയിലെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.